കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാനൊരു ഈച്ച വീടിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചതും അത് നമ്മൾ കൂട്ടിലാക്കി ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ ഒരു കൂടാണിട്ടത്. ഈ കൂട്ടിനുള്ളിൽ ഇപ്പോൾ ഈച്ചയുണ്ട്. ഈച്ച മാത്രമല്ല, ഈച്ച തേൻ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അടോലൊക്കെ ഉണ്ട്. അടോല് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മളെ പൊക്കി കാണിച്ചു തരാം. ഈ അടോല് കണ്ടില്ലേ, പുതിയ പുതിയ അടോലൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഇവിടെ മറ്റൊരു കാര്യമാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു കൂട്ടിൽ തേനീച്ച ഉണ്ടല്ലോ, റാണി ഉണ്ടാകും. ആ റാണീൻ്റെ കൂടെയാണ് ഈച്ചകളൊക്കെ നിൽക്കുക. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ കുറച്ച് ഈച്ചകളുണ്ടല്ലോ, മുന്നേ നമ്മൾ എടുത്തിരുന്ന ഭാഗമല്ല, അവിടെ ഒരു കുറ്റിയായിട്ട് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറ്റിയായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഈച്ചകളിലും നമ്മൾ മനുഷ്യന്മാർക്ക് മാത്രമല്ല പിണക്കമൊക്കെ ഉള്ളത്, ഈച്ചകൾക്കും പിണക്കമുണ്ട്. ഇവരിൽ നിന്ന് പിണങ്ങി നിൽക്കുന്ന കുറച്ച് ഭാഗമാണ് അവിടെ നിൽക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈച്ചയുടെ ഒരു കഥ നമ്മൾ മുൻപൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ആ പഠിച്ച സമയത്ത് പറയുന്നുണ്ടായിരുന്നു, അതിൽ ഈച്ചയിൽ തന്നെ തേൻ കൊണ്ടുവരുന്നവരുണ്ട്, അതിൽ തന്നെ മടിയന്മാരുണ്ട്, പിന്നെ അതുപോലെ തന്നെ പോരാളികളുണ്ട്. എന്തായാലും കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ എനിക്ക് ഇതിൽ നിന്ന് തേൻ കിട്ടും. ഇതുകൊണ്ട് ഇനി വേറെയും പെട്ടികൾ ഇതുപോലെ വെക്കണമെന്നൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എൻ്റെ ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സുഹൃത്തിൻ്റെ വീട് തന്നെ. ആ വീടിൻ്റെ ചുറ്റും തന്നെ ഈ ഒരു റബ്ബർ തോട്ടങ്ങളാണുള്ളത്. ആ റബ്ബർ തോട്ടത്തിൽ നിന്ന് തേൻ ശേഖരിച്ച് കൊണ്ടുവരുന്ന തേൻ നമുക്ക് കൂടി ഉപയോഗിക്കാമെന്നുള്ളതാണ് ഈ ഒരു തേനീച്ചയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ലാഭം.